ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് SCERT +1 ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന സ്റ്റോറിയാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഫസ്റ്റ് വൺ, ബേസിക് ലെവലിലാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ എക്സ്പ്ലനേഷൻ പോവുക. പിന്നെ എക്സ്പ്ലനേഷൻ കേൾക്കുന്നതിന് മുമ്പ് ഓരോ പാരഗ്രാഫെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കാൻ ശ്രമിക്കുക. ചാപ്റ്റർ മൊത്തത്തിലൊന്ന് വായിച്ച് നോക്കുന്നതാണ് നല്ലത്. അതിന് സാധിക്കില്ലെങ്കിൽ, സമയമില്ലെങ്കിൽ ഓരോ പാരഗ്രാഫെങ്കിലും സ്വന്തമായിട്ട് വായിച്ച് പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എക്സ്പ്ലനേഷൻ കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതും വീഡിയോയിലുള്ളതും കമ്പയർ ചെയ്യാം. പിന്നെ വീഡിയോ വാച്ച് ചെയ്യുന്നതിനിടയ്ക്ക് ഓരോ വേർഡും, പ്രത്യേകിച്ച് പുതിയ വേർഡൊക്കെ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, എക്സ്പ്ലനേഷൻ എന്താണ്, എക്സാമ്പിൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ പുതിയ വല്ല സെൻറ്റൻസ് സ്ട്രക്ചറും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതുപോലത്തെ സെൻറ്റൻസുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ആ സെൻറ്റൻസ് മൈൻഡിൽ ഇൻഗ്രേവ്ഡ് ആക്കാൻ ശ്രമിക്കുക നിങ്ങൾ. കാരണം നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റോറീസ്, കഥകൾ മനസ്സിലാക്കി പോകുന്നതിന് പകരം ഓരോ ചാപ്റ്ററിലെയും മാക്സിമം ലാംഗ്വേജ് നമുക്ക് കിട്ടണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് കിട്ടണം. അതിനു വേണ്ടിയാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Let's read the story of a young seagull that was afraid to make its first flight, and how its parents goaded it into action and thereby equipped it to face the challenges of life. Let's read the story of a young seagull. ഒരു കൊച്ചു സീഗളിൻ്റെ സ്റ്റോറി നമുക്ക് വായിക്കാം. സീഗൾ എന്ന് പറഞ്ഞാൽ കടൽക്കാക്ക എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഏതായാലും നമ്മുടെ ഈ സ്റ്റോറിയുടെ പ്രൊട്ടാഗനിസ്റ്റ്, കേന്ദ്ര കഥാപാത്രം സീഗളായതുകൊണ്ട് തന്നെ പിക്ചറിൽ നമുക്കൊരു ക്ലോസപ്പ് ആവാം. ഓക്കെ, ശരിക്കും ഒന്ന് കാണാമല്ലോ. യങ് സീഗളിൻ്റെ സ്റ്റോറി നമുക്ക് വായിക്കാം. ദാറ്റ് വാസ് അഫ്രൈഡ് ടു മേക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആദ്യമായി പറന്നു തുടങ്ങാൻ പേടിയുണ്ടായിരുന്നു. ആൻഡ് ഹൗ ഇറ്റ്സ് പേരൻസ് ഗൗഡഡ് ഇറ്റ് ഇൻ ടു ആക്ഷൻ. എങ്ങനെയാണ് ആ സീഗളിനെ അതിൻ്റെ പാരൻസ് ആദ്യം ഫസ്റ്റ് ഫ്ലൈറ്റ് ചെയ്യിപ്പിച്ചത്. ഗൗഡ് എന്ന് പറഞ്ഞാൽ നൗണാവുമ്പോൾ ഇതാണ്, കന്നുകാലികളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വടി. വേർബാവുമ്പോൾ ഒരാൾ റിയാക്ട് ചെയ്യുന്നത് വരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നർത്ഥം. അപ്പം ഇവിടെ പാരൻസ് യങ് സീകളിനെ എങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു, ഇൻ ടു ആക്ഷൻ. ഇവിടെ ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ ആദ്യമായി പറന്ന് തുടങ്ങുന്നത് വരെ അവരെങ്ങനെ അതിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഗൗഡ് എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്താൻ, ശല്യം ആവാൻ വേണ്ടി ചെയ്യുന്നതല്ല, റിയാക്ഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, ആ വേർബിൻ്റെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആൻഡ് thereby equipped it to face the challenges of life. അങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റ് ചെയ്യിപ്പിച്ച് ലൈഫിലെ ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ ആ യങ് സീകളിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള സ്റ്റോറി നമുക്ക് വായിക്കാം. equip എന്ന് പറഞ്ഞാൽ prepared, and thereby prepared it to face the challenges of life. സ്റ്റോറിയുടെ പേര് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ലിയാമോ ഫ്ലാഹറ്റി, ഇതൊരു ഐറിഷ് നോവലിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ഇൻസൈറ്റ് ഇൻ ടു ലൈഫ്സ് പ്രോബ്ലംസ്. ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു സൈക്കോളജിക്കൽ ഇൻസൈറ്റ് എന്നാണ് ഉൾക്കാഴ്ച. അതുപോലെ ദ വേയ്സ് ഓഫ് ഓവർകമ്മിങ് ദം, ആ പ്രോബ്ലംസ് എങ്ങനെ ഓവർകം ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള ഇൻസൈറ്റ്. അതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, അതുപോലെ തന്നെ ദ നീഡ് ടു റിമെയിൻ ഇൻവോൾവ്ഡ് ഇൻ ഫാമിലി ലൈഫ്. ഫാമിലി ലൈഫിൽ നമ്മൾ ഇൻവോൾവ്ഡായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇതൊക്കെയാണ് ഈ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത്. വായിക്കുമ്പോൾ മനസ്സിലാവും. Through the story of the birds, the writer conveys the importance of self-esteem and self-reliance. സ്വയം പര്യാപ്തതയുടെ പ്രാധാന്യവും പക്ഷികളെ കഥാപാത്രങ്ങളാക്കിയുള്ള ഈ സ്റ്റോറിയിലൂടെ റൈറ്റർ നമ്മെ പഠിപ്പിക്കുന്നു. സ്റ്റോറി വായിച്ചു തുടങ്ങാം.
The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. നമ്മുടെ കൊച്ചു സീഗൾ, the protagonist of this story, was alone on his ledge. തൻ്റെ ലെഡ്ജിൽ, ലെഡ്ജ് എന്ന് വായിക്കുക, LEDGE, ലെഡ്ജ്, ലെഡ്ജ് എന്ന് വായിക്കേണ്ട ആവശ്യമില്ല. ലെഡ്ജ് മീൻസ് നമ്മൾ ക്ലിഫ്, പാറക്കെട്ടിൽ നിന്നും പുറത്തേക്ക് തുറിച്ചു നിൽക്കുന്ന ആ പാറക്കഷ്ണം, അതിനാണ് ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇപ്പം യങ് സീഗൾ ഉള്ളത്. അപ്പോൾ അവിടെ യങ് സീഗൾ വാസ് അലോൺ. His two brothers and his sister had already flown away the day before. അവൻ്റെ രണ്ട് ബ്രദേഴ്സും സിസ്റ്ററും നേരത്തെ തന്നെ, the day before, മുമ്പത്തെ ദിവസം തന്നെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ യങ് സീഗൾ ഇതുവരെ പറന്നിട്ടില്ല. ഹാസ് നോട്ട് സ്റ്റിൽ മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. He had been afraid to fly with them. അവരെ കൂടെ പറന്നു പോവാൻ അവൻ ആ സമയത്ത് പേടിയായിരുന്നു. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. എങ്ങനെയൊക്കെയോ അവൻ എന്ത് ചെയ്തു? Taken a little run forward, ചെറിയ രീതിയിൽ മുന്നോട്ട് ഓടി, to the brink of the ledge, ആ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക്. ബ്രിങ്ക് എന്ന് പറഞ്ഞാൽ അറ്റം, അറിയായിരിക്കും. The extreme edge of a land, for example at the top of a cliff or by a river. അപ്പോൾ ആ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് ഓടിയപ്പോൾ and attempted to flap his wings, ചിറക് അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ, ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ വേവ്, ചിറകടിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ, he became afraid, അവൻ പേടിച്ചു പോയി. The great expanse of sea stretched down beneath, and it was such a long way down, miles down. കടലിൻ്റെ വിശാലമായ, എക്സ്പാൻസ് എന്ന് പറഞ്ഞാൽ വിസ്തൃതി, stretched down beneath, താഴെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. and it was such a long way down, താഴേക്ക് നോക്കുമ്പോൾ നല്ല ദൂരമുള്ള പോലെ തോന്നി. and it was such a long way down, miles down, മൈലുകളോളം താഴെയാണെന്ന് അവന് തോന്നി. കാരണം പേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നുള്ളൂ. He felt certain that his wings would never support him, so he bent his head and ran away back to the little hole under the ledge where he slept at night. He felt certain, അവന് ഉറപ്പായിരുന്നു, that his wings would never support him, അവൻ്റെ ചിറകുകൾ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ലെന്ന്. So he bent his head. bent എന്ന് പറഞ്ഞാൽ bend എന്നതിൻ്റെ പാസ്റ്റാണ്, BEND, അതിൻ്റെ പാസ്റ്റാണ് BENT എന്നത്. ഓക്കെ, bent. So he bent his head and ran away back to the little hole under the ledge. ആ ലെഡ്ജിന് താഴെ ഉണ്ടായിരുന്ന ചെറിയ മാളത്തിലേക്ക് അവൻ തിരിച്ചോടി. where he slept at night, ആ മാളത്തിലായിരുന്നു അവൻ രാത്രി ഉറങ്ങിയിരുന്നത്. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. അവൻ്റെ ബ്രദേഴ്സ്, അതുപോലെ അവൻ്റെ ലിറ്റിൽ സിസ്റ്റർ, അവരുടെയൊക്കെ ചിറകുകൾ ഇവനേക്കാളും ഷോർട്ടായിരുന്നു. അങ്ങനത്തെ അവൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ റാൻ ടു ദ ബ്രിങ്ക്, ആ ക്ലിഫിൻ്റെ അറ്റത്തേക്ക് ഓടിയപ്പോഴും, ഫ്ലാപ്ഡ് ദെയർ വിങ്സ്, ചിറകടിച്ചപ്പോഴും, ആൻഡ് ഫ്ലൂ അവേ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ക്ലിഫിൻ്റെ ബ്രിങ്കിലേക്ക് അറ്റത്തേക്ക് ഓടി ചിറകടിച്ച് പറന്നു പോയപ്പോഴും, ഹീ ഫെയിൽ ടു മസ്റ്റർ അപ്പ് കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച്, ആ ഒരു കുതിപ്പ്, പ്ലഞ്ച് എന്ന് പറഞ്ഞാൽ ചാട്ടം, അത് ചെയ്യാനുള്ള ധൈര്യം ഇവന് സംഭരിക്കാൻ സാധിച്ചില്ല. ഹീ ഫെയിൽ ടു മസ്റ്റർ അപ്പ് എന്ന് പറഞ്ഞാൽ സംഭരിക്കുന്ന ഈ കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ മീനിങ്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ വേറെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഹീ കുഡ് മസ്റ്റർ ഓൺലി 154 വോട്ട്സ് അറ്റ് ദി ഇലക്ഷനിൽ ആകെ 154 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അവിടെ മസ്റ്റർ ഉപയോഗിച്ചു. ഇവിടെ കറേജ് എന്നാണ്, രണ്ട് കോണ്ടെക്സ്റ്റിലും മസ്റ്റർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ അവൻ്റെ ബ്രദേഴ്സ് അതുപോലെ സിസ്റ്റർ ഇവർ ചെയ്ത ആ പ്ലഞ്ച് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കുതിച്ചുള്ള ചാട്ടുണ്ടല്ലോ,
ആ ചാട്ടം ചെയ്യാനുള്ള ധൈര്യം ഇവന് സംഭരിക്കാൻ സാധിച്ചില്ല. പ്ലഞ്ച് നോക്കൂ, എ സഡൻ മൂവ്മെൻറ്റ് ഓ ഫോൾ ഫോർവേഡ്, മുന്നോട്ടുള്ള പെട്ടെന്നുള്ള വീഴ്ച, ഫോൾ. which appeared to him so desperate. Desperate means hopeless. അത് അവനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്നാണ് അവന് തോന്നിയത്. which appeared to him so desperate, which appeared to him so hopeless. His father and mother had come around, calling to him shrilly. അവൻ്റെ ഫാദറും മദറും അവൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. calling to him shrilly. shrilly means loudly, ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട്. scolding him, അവനെ ചീത്ത പറഞ്ഞിട്ട്. threatening to let him starve on his ledge, ആ ലെഡ്ജിൽ അവനെ പട്ടിണിക്ക് ഇടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. unless he flew away, അവൻ പറന്നില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമെന്ന്, പറന്നില്ലെങ്കിൽ അവനെ പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. but for the life of him എന്നുള്ള for the life of him എന്നുള്ള എക്സ്പ്രഷൻ നല്ലോണം ശ്രദ്ധിക്കണം. ജീവനെ പേടിച്ചിട്ട് എന്നൊന്നുമല്ല. for the life of you അല്ലെങ്കിൽ for the life of somebody എന്ന് പറഞ്ഞാൽ എത്ര ശ്രമിച്ചിട്ടും അതിനർത്ഥം. ഓക്കെ, എത്ര ശ്രമിച്ചിട്ടും he could not move, അവൻ അനങ്ങാൻ സാധിച്ചില്ല. for the life of എന്നുള്ള എക്സ്പ്രഷൻ്റെ എക്സാമ്പിൾ നോക്കൂ. I can't remember her name for the life of me. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവളെ പേര് ഓർത്തെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആ എക്സ്പ്രഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. That was 24 hours ago. ഇപ്പോൾ ഇതൊക്കെ 24 മണിക്കൂർ മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ്. Since then nobody had come near him. അതിനുശേഷം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മുമ്പ് ചീത്ത പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന് ശേഷം ഇതുവരെ ഒരാളും അവൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. The day before, all day long he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. മുമ്പത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ 24 hours ago, all day long, ആ ദിവസം മുഴുവനും he had watched his parents flying about. അവൻ്റെ പാരൻസിനെ അവൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലൈങ് about എന്ന് പറഞ്ഞാൽ ഹിയർ ആൻഡ് ദയർ, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നുമില്ലാതെ അങ്ങനെ പറക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആരുടെ കൂടെ? വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. എന്താ അവർ ചെയ്തിരുന്നത്? പാരൻസ് എന്താ ചെയ്തിരുന്നത്? പെർഫെക്റ്റിംഗ് ദം, ആ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്ററെ, അവരെ എന്ന് പറഞ്ഞാൽ മക്കളെ പെർഫെക്റ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ പെർഫെക്റ്റ് ചെയ്യാൻ പെർഫെക്റ്റ് ആക്കുക. ഇൻ ദി ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ്. വേവ്സ് വരുമ്പോൾ അതെങ്ങനെ സ്കിം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു. സ്കിം എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. ഫിഷ് കാണുമ്പോൾ എങ്ങനെ ഡൈവ് ചെയ്ത് പിടിക്കണം എന്നുള്ളതൊക്കെ ആയിരുന്നു പാരൻസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്ററിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. He had, in fact, seen his older brother catch his first herring and devour it, standing on a rock, while his parents circled around, raising a proud cackle. അവൻ്റെ ഓൾഡർ ബ്രദർ തൻ്റെ ആദ്യത്തെ ഹെറിങ് എന്ന് പറഞ്ഞാൽ മത്തിയോ ചാളയോ എന്താ നിങ്ങൾ പറയാറ്, അത് തന്നെ, തൻ്റെ ആദ്യത്തെ മത്തി പിടിച്ച് വിഴുങ്ങുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഡിവാവ് എന്ന് പറഞ്ഞാൽ ആർത്തിയോടെ വാരി വിഴുങ്ങുക. ഓക്കെ. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്, റോക്കിൻ്റെ മുകളിൽ നിന്ന് തൻ്റെ ആദ്യത്തെ മത്തി വിഴുങ്ങുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. while his parents circled around raising a proud cackle. ആ സമയത്ത് അവൻ്റെ പാരൻസ് അവൻ്റെ ഓൾഡർ ബ്രദറിൻ്റെ ചുറ്റും വട്ടമിട്ട് പറന്നിട്ട് റേസിങ് എ പ്രൗഡ് കാക്കൽ, അഭിമാനത്തോടെയുള്ള കാക്കൽ എന്ന് പറഞ്ഞാൽ പക്ഷികളും കോഴികളൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദം, ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അവൻ്റെ ചുറ്റും പറക്കുന്നതൊക്കെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാക്കൽ മീൻസ് the loud noise that a hen makes. Okay.
And all the morning the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. രാവിലെ മുഴുവനും അവൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അവൻ്റെ ഓപ്പോസിറ്റിലുള്ള ക്ലിഫിൻ്റെ മിഡ്വേ എന്ന നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്ലാറ്റോയിലൂടെ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. ലാഫിങ് അറ്റ് ഹിസ് കവർഡിസ്, അവൻ്റെ ഭീരുത്വത്തെ പരിഹസിച്ചുകൊണ്ട്. പ്ലാറ്റോ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്ത് പൊങ്ങി നിൽക്കുന്ന സ്ഥലം, അതാണ് പ്ലാറ്റോ. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ക്ലിഫിൻ്റെ നടുവിലായിട്ടൊരു പ്ലാറ്റോ ഉണ്ട്. ആ പ്ലാറ്റോയിലൂടെ നടന്ന് ഇവനങ്ങനെ പരിഹസിച്ചുകൊണ്ടിരുന്നു. ലാഫ് അറ്റ് എന്നാണ് പരിഹസിക്കുക. ഇവൻ്റെ ഭീരുത്വത്തെ പരിഹസിച്ചുകൊണ്ട് നടന്നിരുന്നു എന്നർത്ഥം. The sun was now ascending the sky, blazing warmly on his ledge that faced the south. സൂര്യൻ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്ലേസിങ് വാംലി, ബ്ലേസ് എന്ന് പറഞ്ഞാൽ ടു ബേൺ ബ്രൈറ്റ്ലി ആൻഡ് സ്ട്രോങ്ലി. ഓൺ ഹിസ് ലെജ് ദാറ്റ് ഫേസ്ഡ് ദ സൗത്ത്. അപ്പോൾ അവൻ്റെ ലെജ് ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്? സൗത്ത് ഭാഗത്തേക്കാണ്. സൗത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അവൻ്റെ ലെഡ്ജിലേക്ക് സൂര്യൻ കത്തിജ്വലിച്ചുകൊണ്ട് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. He felt the heat because he had not eaten since the previous nightfall. മുമ്പത്തെ രാത്രി മുതൽ അവൻ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അവന് നല്ലോണം ചൂട് അനുഭവപ്പെട്ടു. He felt the heat. Okay. Then he had found a dried piece of mackerel's tail at the far end of his ledge. പിന്നെ ആ മുമ്പത്തെ നൈറ്റ് ഫോളിന് ശേഷമാണ് അവൻ്റെ ലെഡ്ജിൻ്റെ അങ്ങേയറ്റത്ത് കിടക്കുന്ന മാക്കറൽസ് ടെയിൽ, ഉണങ്ങിയ അയിലയുടെ വാലിൻ്റെ കഷ്ണം അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മാക്കറൽ എന്ന് പറഞ്ഞാൽ അയില, അറിയായിരിക്കും. Now there was not a single scrap of food left. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു തരി പോലും ബാക്കിയുണ്ടായിരുന്നില്ല. ആകെ ബാക്കിയുണ്ടായിരുന്നത് ഡ്രൈഡ് പീസ് ഓഫ് മാക്കറൽസ് ടെയിൽ. അതും കഴിഞ്ഞ നൈറ്റ് ഫോളിൻ്റെ സമയത്ത് അവൻ കഴിച്ചു. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. He had searched every inch. എല്ലാ സ്ഥലവും അവൻ അന്വേഷിച്ചു, തിരഞ്ഞു നോക്കി. റൂട്ടിങ് among the rough, dirt-caked straw nest. സ്ട്രോ കൊണ്ടാണ് ആ നെസ്റ്റ് ഉണ്ടാക്കിയത്, അവൻ്റെ കൂടുണ്ടാക്കിയത്. അപ്പോൾ റഫായിട്ടുള്ള ഡേർട്ട് കേക്ക്ഡ് ആയിട്ടുള്ള സ്ട്രോ നെസ്റ്റൊക്കെ ഇളക്കി മറിച്ച് നോക്കി. റൂട്ട് എന്ന് പറഞ്ഞാൽ ഇളക്കി മറിച്ച് നോക്കിയിട്ട് അവൻ സെർച്ച് ചെയ്തു. ഡേർട്ട് കേക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പൊതിഞ്ഞ. കേക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പൊതിഞ്ഞ. ഡേർട്ട് കവേർഡ്, ചളി കൊണ്ട് പൊതിഞ്ഞ. സ്ട്രോ നെസ്റ്റ് അതൊക്കെ ഇളക്കി മറിച്ച് നോക്കി. where he and his brothers and sister had been thatched. അവിടെയാണ് അവനും അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററൊക്കെ വിരിഞ്ഞത്. ഓക്കെ. He even gnawed at the dried pieces of eggshell. It was like eating a part of himself. അവൻ എഗ്ഷെല്ലിൻ്റെ ഉണങ്ങിയ കഷ്ണങ്ങൾ കാർന്ന് നോക്കി. ഓക്കെ. നോ എന്ന് പറഞ്ഞാൽ കാർന്ന് തിന്നുക, ഇങ്ങനെ കാർന്ന് തിന്നാൻ ശ്രമിച്ചു നോക്കി. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അവൻ്റെ തന്നെ ഒരു ഭാഗം കഴിക്കുന്നത് പോലെയായിരുന്നു.